ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് കണക്ഷൻസ് ഓഫ് ദ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. കഴിഞ്ഞ ക്ലാസ് ഞാനത് പറഞ്ഞത് കണക്ഷനെ പറ്റി നമുക്ക് പഠിക്കാവുന്നത്. ഡിഫറെന്റ് കണക്ഷൻസ് ഓഫ് എ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. ത്രീ ഫേസ് ട്രാൻസ്ഫോമറിന്റെ ഡിഫറെന്റ് പല വിധത്തിലുള്ള കണക്ഷൻസ് ഉണ്ട്. അറിയാമല്ലോ നിങ്ങൾക്ക് കണക്ഷൻസ് അറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാർ സ്റ്റാർ, ഡെറ്റ ഡെറ്റ, സ്റ്റാർ ഡെറ്റ, ഡെൽറ്റ സ്റ്റാർ, അങ്ങനെ അത്രയും പഠിച്ചാൽ മതി. ഒരു 4 കണക്ഷൻസ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കും. ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത ഒരു 4 കണക്ഷൻസ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പടം ഒന്ന് നോക്കാം, പരിശോധിക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങുകളാണ്. ഒരു ട്രാൻസ്ഫോമറിന്റെ ഈ അകത്തുള്ള കോറാണ്, കോറിനകത്തുള്ള വൈൻഡിങ്. അതായത് ഒരു സെറ്റ് ട്രാൻസ്ഫോമർ, ഒരു ത്രീ ഫേസ് ട്രാൻസ്ഫോമറാണ്. ഒരു ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. ഇവിടെ എ നോക്കൂ, ഇവിടെ ഒരു വൈൻഡിങ് ആണ്, ഇത് വൈൻഡിങ് ആണ്, വൈൻഡിങ്. ബി ഒരു വൈൻഡിങ് ആണ്, സി ഒരു വൈൻഡിങ് ആണ്. നമ്മളിവിടെ റെഡ് കളറിൽ പഠിക്കാനുള്ള സൗകര്യത്തിന് റെഡ് കളർ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾക്കറിയാം RYB എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ, ഓരോ ഫേസും RYB. ഇവിടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ABC എന്ന മൂന്ന് ടെർമിനലാണ് കാണിച്ചേക്കുന്നത്. ഇനി നോക്കോളൂ, ഈ A ടെർമിനൽ ഇങ്ങനെ ചുറ്റി വന്ന് താഴോട്ട് വന്ന്, B ടെർമിനൽ ചുറ്റി വന്നിട്ട് പുറകെ വന്നു, C ടെർമിനൽ ചുറ്റി വന്നിട്ട് അതിന്റെ അവസാനത്തിലുള്ള എൻഡ് പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്തേക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ സെക്കൻഡറി സൈഡ്. ഇപ്പോൾ നമ്മൾ നോക്കുക, സെക്കൻഡറി സൈഡിന്റെ വൈൻഡിങ്ങിന്റെ നമ്പർ കൂടുതലാണ്. എ ചുറ്റി ഇങ്ങനെ വന്നു, ബി ഇവിടെ ചുറ്റിയിരിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്നു, സി ഇവിടെ ചുറ്റിയിരിക്കുന്നു, സി വന്നു. ഇതിന്റെ അവസാന പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്തിരിക്കുന്നു. എയുടെ അവസാന പോയിന്റ് ഇവിടെ ജോയിൻ ചെയ്യിക്കുന്നു, ബിയുടെ അവസാന പോയിന്റ് ഇവിടെ ജോയിൻ ചെയ്യിക്കുന്നു, സിയുടെ അവസാന പോയിന്റ് ഇവിടെ ജോയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ഫോമറിന്റെ ഈ സൈഡിൽ എന്താണ് പറയുന്നത്? ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, ഈ സൈഡ് ഒരു സ്റ്റാർ കണക്ഷൻ ആയിരിക്കും ഇല്ലേ, ഈ സൈഡും ഒരു സ്റ്റാർ കണക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റാറിന്റെ സിമ്പലാണിത്. രണ്ടിവിടെ ഉണ്ട്, സ്റ്റാർ. ഇതൊരു സ്റ്റാർ ട്രാൻസ്ഫോമറാണ്. നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു സ്റ്റാർ ട്രാൻസ്ഫോമറാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ നോക്കോളൂ, പ്രൈമറി സൈഡ് സപ്ലൈ ഇങ്ങനെ വരുന്ന സൈഡ് പ്രൈമറി. ആ സപ്ലൈ വരുന്ന അതിന്റെ ആ ഡയറക്ഷൻസ് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ ആരോ കാണിച്ചിട്ടുണ്ട്. ഇത് പ്രൈമറി സൈഡാണ്. അപ്പൊ നമുക്കറിയാതെ പ്രൈമറി സൈഡ് സപ്ലൈ കൊടുക്കുന്ന എപ്പോഴും പ്രൈമറി സൈഡ്, സപ്ലൈ എടുക്കുന്നത് എന്താണ്? സെക്കൻഡറി സൈഡ്. അപ്പൊ സെക്കൻഡറി സൈഡ് നോക്കൂ. അപ്പൊ ഈ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ? ഇത് നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്? സ്റ്റെപ്പ് അപ്പ് ആണോ, സ്റ്റെപ്പ് ഡൗൺ ആണോ? വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്താണോ ഇല്ലേ? വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറി കൊടുക്കുന്ന വോൾട്ടേജ്, സെക്കൻഡറി കൊടുക്കുന്ന വോൾട്ടേജ്. അതെ, പ്രൈമറി കൊടുക്കുന്ന വോൾട്ടേജിനൊക്കെ കഴിഞ്ഞ് കൂടുതലാണ് സെക്കൻഡറി കിട്ടുന്ന വോൾട്ടേജ് എങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആവാം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. പിന്നെയോ ഈ പടം നോക്കി കണ്ടുപിടിക്കാമോ ഇത് സ്റ്റെപ്പ് അപ്പ് ആണ് സ്റ്റെപ്പ് ഡൗൺ ആണ്? എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ കുറച്ച് വൈൻഡിങ്ങേ ഉള്ളു, ഇവിടെ കൂടുതൽ വൈൻഡിങ് ആണ്. ഇവിടെ കുറച്ച് വൈൻഡിങ്, കൂടുതൽ വൈൻഡിങ്. ഇവിടെ കുറച്ച് വൈൻഡിങ്ങേ ഉള്ളൂ, ഇവിടെ കൂടുതൽ. പ്രൈമറി കുറച്ച് വൈൻഡിങ്ങും സെക്കൻഡറി കൂടുതൽ വൈൻഡിങ്ങും ആണ് അല്ലേ? അപ്പം നമുക്കറിയാം ഇത് സ്റ്റെപ്പ് അപ്പ് ആണ്. നമ്പർ ഓഫ് ടേൺസ്, ആ നമ്പർ ഓഫ് ടേൺസ് അനുസരിച്ചായിരിക്കും അവിടെ ഉണ്ടാകുന്ന വൈൻഡിങ്ങിനുണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഒരു പടം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇത് ഇവിടെയാണ് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡ് നമ്മൾ അതിന്റെ വേവ് ഫോം ആണ്, ത്രീ ഫേസ് സപ്ലൈയുടെ വേവ് ഫോം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് വേവ് ഫോം. അതുപോലെ സെക്കൻഡറി സൈഡിൽ ഉണ്ടാകുന്ന ത്രീ ഫേസ് സപ്ലൈയുടെ വേവ് ഫോം ആണ് കാണിച്ചിരിക്കുന്നത്. അത് മാത്രം ഓർത്തിരുന്നാൽ. ഇനി ഈ സൈഡിലേക്ക് വാ. ഈ സൈഡിൽ എന്താണ്? ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. ഒരു ത്രീ ഫേസ് ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻസ് ആണ് നമുക്കറിയാം. ഈ ഒരു സൈഡിൽ വൈൻഡിങ് ആണിത്. അപ്പം ഒരു സൈഡിലെ വൈൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ ഈ സൈഡിലെ വൈൻഡിങ് ഇവിടെ നോക്കൂ, ഇതിന്റെ വൈൻഡിങ് എഡ്ജ്, ഇത് ഈ വൈൻഡിങ്ങിന് വന്ന് എഡ്ജ് ഇവിടെ. അടുത്തത് ഇത് വൈൻഡിങ് കറക്കി വൈൻഡിങ്, സെക്കൻഡ് എഡ്ജ് ഇവിടെ. തേർഡ് ഇവിടെ നമ്മൾ കറക്കി ഇത് നമ്മൾ ഇങ്ങനെ വൈൻഡ് ചെയ്ത് ഇതിന്റെ എഡ്ജ്.
ഉണ്ടോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് വൈൻഡിങ് കഴിഞ്ഞ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ഉണ്ടോ, നമുക്ക് ഇങ്ങനെ ഉള്ള ഈ കണക്ഷനെ നമുക്ക് സ്റ്റാറിലേക്കും ആക്കാം, ഡെറ്റായിലേക്കും ആക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ ഇവിടെ 1 2 3 4 5 6 ടെർമിനൽ ഔട്ട് വെളിയിൽ കിട്ടുന്നുണ്ട്. ഇവിടെ അത് തന്നെ 1 2 3 4 6 1 2 3 4 6 1 2 3 4 5 6 കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനെ ഈ ടെർമിനലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ സ്റ്റാർ ആക്കാം, ഡെറ്റ ആക്കാം. അങ്ങനെ കൊടുത്തിരിക്കുന്ന പടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഡെറ്റ, അതിന് മെഷ് എന്ന് വേറൊരു പേരുണ്ട്, ഡെറ്റ. അപ്പൊ ഇതിനെ നമുക്ക് ഡെറ്റ ആക്കാം. ഈ കണക്ഷനെ നമുക്ക് മാറ്റി കൊടുക്കുക. അത് പഠിച്ചതാണ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം. സ്റ്റാർ ഡെറ്റ കണക്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇവിടെ ഇതിനെ നമുക്ക് ഡെറ്റ ആക്കാം. നോക്കൂ, ഡെറ്റ. അതുപോലെ നമുക്ക് ഡെറ്റ സ്റ്റാർ ആക്കാം. ഈ ട്രാൻസ്ഫോമറിന് നമുക്ക് കണക്ഷൻസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെറ്റ സ്റ്റാർ ആക്കാം. അതുപോലെ തന്നെ നോക്കൂ, സ്റ്റാർ ഡെറ്റ ആക്കാം. അതായത് ഈ സൈഡ് നമുക്ക് സ്റ്റാർ ആണ്, ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഡെറ്റ ആക്കാം. അതായത് ഇവിടെ നമുക്ക് ഇതെല്ലാം കൂടെ ഇത് ഈ കണക്ഷൻസ് മാറ്റി കൊടുത്ത് നമുക്ക് ഈ സൈഡ് സ്റ്റാർ ആക്കാം, ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഡെറ്റ ആക്കാം, സ്റ്റാർ ഡെറ്റ ആക്കാം. അത് നോക്കൂ, അടുത്ത് നോക്കൂ, സ്റ്റാർ. ഇത് സ്റ്റാർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് സ്റ്റാർ ആക്കാം. ഇതിനെ നമുക്ക് ഈ കണക്ഷനെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർ ആക്കാം. ഇങ്ങനെ നമുക്ക് കണക്ഷനെ നമുക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് അതിനെയാണ് നമ്മളിവിടെ പറയുന്നത് ഡിഫറൻസ് കണക്ഷൻസ് ഓഫ് 3 phase ട്രാൻസ്ഫോർമേഴ്സ്. ഇങ്ങനെ നമ്മൾ കണക്ഷനെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർ ഡെറ്റ ആക്കാം, ഡെറ്റ സ്റ്റാർ ആക്കാം, സ്റ്റാർ ഡെറ്റ ആക്കാം, ഡെറ്റ ആക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ കണക്ഷൻസിനെയാണ് നമ്മൾ ഡിഫറെന്റ് കണക്ഷൻസ് ഓഫ് എ 3 phase ട്രാൻസ്ഫോമർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മളത് കാണിച്ചിരിക്കുന്നുണ്ട്. നോക്കൂ, ഇനി നമുക്ക് ആ ടൈപ്പ് ചെയ്തിരിക്കുന്നത് വെറുതെ വായിച്ചു നോക്കാം. There are various methods of available for transforming 3 phase voltage to higher or lower 3 phase voltage. That is for handling a considerable amount of power. The total common connections are കോമൺ ആയിട്ടുള്ള കണക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. YY എന്ന് പറഞ്ഞാൽ അതിന്റെ മീൻസ് സ്റ്റാറിന്റെ ഷോർട്ട് ഫോമിൽ നമ്മൾ എഴുതുന്നതാണ് YY. ഡെറ്റ ഇതിന് വേറെ ഉണ്ട്, മെഷ് ഡെറ്റ. നെക്സ്റ്റ് സ്റ്റാർ ഡെറ്റ സ്റ്റാർ. അപ്പൊ ഇവിടെ ഇതാണ് കോമൺ ആയിട്ടുള്ളത്. ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 1 2 3 4 4 കണക്ഷനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽ ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഈ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. താങ്ക് യു.